അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് സപ്പോസ് ദാറ്റ് എ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് അറ്റ് ഈച്ച് പോയിന്റ് എക്സ് വൈ ഓൺ ദ കർവ് ദ ടാൻജന്റ് ലൈൻ ഹാസ് സ്ലോപ്പ് എക്സ് സ്ക്വയർ. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ കർവ് ഗിവൺ ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് 2. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവുണ്ട്. അത് എക്സ് വൈ പ്ലെയിനിലാണ്. സച്ച് ദാറ്റ് ആ പോയിന്റ്, ആ കർവിലെ ഏതൊരു പോയിന്റ് എക്സ് വൈയിലൂടെയും കടന്നു പോകുന്ന ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ആ ഇക്വേഷൻ, ആ കർവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആൻഡ് ആ കർവ് പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 2, 1. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ഏതൊരു കർവിൻ്റെയും ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ എന്ന് പറയുന്നത് dy/dx ആണ്. ഇനി അതായത് ഒരു കർവ് നമുക്ക് കാണും. ഈ കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനിനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ്, ഇപ്പോൾ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് കർവ്. ഈ കർവിൻ്റെ ടാൻജന്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് dy/dx. ഇനി ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെന്ന്, അതായത് dy/dx എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കർവിൻ്റെ ഇക്വേഷനിലോട്ട് എത്താം. അതിന് വേണ്ടിയിട്ട് dy ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു dx എന്ന് എഴുതും. ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് വശത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഇൻ്റഗ്രൽ dy ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ dx. ഇനി നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ടെന്നാണ്. അപ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 dx നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, എക്സ് പ്ലസ് സി. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ y ആയതുകൊണ്ട് ഇൻ്റഗ്രൽ dy എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ഒരു പവർ കൂട്ടുക. അപ്പോൾ x³/3 പ്ലസ് സി. ഇതാണ് നമുക്ക് ഈ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഈ കർവ് തന്നെ ആയിരിക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു കർവും അതിൻ്റെ ടാൻജൻറ്റും വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ x³/3 പ്ലസ് സി. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷനോടെ പറഞ്ഞിട്ടുണ്ട്, ഈ കർവ് പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് കൂടെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ആ പോയിന്റാണ് 2,1 എന്ന് പറയുന്ന പോയിന്റ്. ആക്ച്വലി ഈ പോയിന്റ് എന്തിന് തന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ഒരു കോൺസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്. ആ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്കിങ്ങനെ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ, ആ കർവ് പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റിനെ എടുത്ത് ഈ ഇക്വേഷനകത്തോട്ട് കൊടുക്കുക. ഈ ഇക്വേഷനകത്തോട്ട് കൊടുക്കുമ്പോൾ പുട്ട് x ഈസ് ഈക്വൽ ടു 2ഉം y ഈക്വൽ ടു 1 ഇങ്ങനെ ഓർഡേർഡ് പെയറായിട്ട് എഴുതുമ്പോൾ ആദ്യത്തത് എക്സ് കമ്പോണൻറ്റും രണ്ടാമത്തത് y കമ്പോണൻറ്റും ആണ്. അപ്പോൾ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വൈയുടെ സ്ഥാനത്ത് 1 ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 2, അപ്പോൾ 2³/3 പ്ലസ് സി വരും. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2³ എന്ന് പറയുന്നത് 8/3 പ്ലസ് സി. ഇവിടെ നിന്ന് സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സി ഈസ് ഈക്വൽ ടു 8/3 നമുക്ക് ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ 1 - 8/3 എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലയർ 3 - 8/3 ഈക്വൽ ടു -5/3. therefore നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു x³/3 മൈനസ് സിയുടെ സ്ഥാനത്ത് സിക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ ഇട്ട് കൊടുക്കുക -5/3 വിച്ച് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദി കർവ്. ഈ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദ IVP. IVP എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ തന്നിരിക്കും, അതിനെയാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ dy ഈസ് ഈക്വൽ ടു എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയ cos x dx. +2 നമ്മൾ പഠിച്ചിട്ടുണ്ട് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്ന് പറയും. ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇങ്ങനെ ഒരു ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതും ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. അതായത് y വേരിയബിൾ അല്ല ഒരു സൈഡിലും എക്സ് വേരിയബിൾ അല്ല ഒരു സൈഡിൽ. ആ പേര് പറയും പോലെ തന്നെയാണ് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് വശത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇൻ്റഗ്രൽ dy ആണ്. അപ്പോൾ 1 ആണ് ഇവിടെ ഉള്ളത്. 1ൻ്റെ ഇൻ്റഗ്രൽ ഇവിടുത്തെ വേരിയബിൾ y ആയതുകൊണ്ട് y ഈക്വൽ ടു cos xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin x പ്ലസ് സി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ജനറൽ ഇക്വേഷനാണ്. ഇവിടെ ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നിരിക്കുന്നത്. y0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ വാല്യൂ 1ഉം എക്സിൻ്റെ വാല്യൂ 0, എക്സ് ഈസ് ഈക്വൽ ടു 0യും y ഈക്വൽ ടു 1ഉം ആണ്. അതിനെടുത്ത് ഇക്വേഷൻ അതോട്ട് കൊടുക്കുക. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് 1ഉം സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് 0യും പ്ലസ് സി.
1 ഈക്വൾ ടു സൈൻ സീറോയുടെ വാല്യൂ 0 ആണ് പ്ലസ് സി. അപ്പോൾ 0 പ്ലസ് സി ഈക്വൾ ടു 1 എന്ന് വരും. ദെയർഫോർ സിയുടെ വാല്യൂ 1. ദെയർഫോർ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൾ ടു സൈൻ എക്സ് പ്ലസ് 1. ഇതാണ് എൻ്റെ ആൻസർ. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 5/7 dx. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഫോമുല നമുക്കറിയാം. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n dx എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n+1/n+1 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 5/7 ആണ്. അപ്പോൾ 5/7 + 1/5/7 എന്ന് വരും. അപ്പോൾ ഈക്വൾ ടു എക്സ് റൈസ് ടു 5/7 + 1/5/7 + 1. അപ്പോൾ ഇങ്ങോട്ട് മാറ്റി ആഡ് ചെയ്യുക. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ 5/7 + 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 + 7/7 വരും. ഇറ്റ് ഈസ് ഈക്വൾ ടു 12/7. സോ ഈക്വൾ ടു എക്സ് റൈസ് ടു 12/7/12/7. 12/7 ഡിനോമിനേറ്റർ ഉള്ളത് കറങ്ങി മുകളിൽ ചെല്ലുമ്പോൾ അത് 7/12 എക്സ് റൈസ് ടു 12/7 ലാസ്റ്റ് പ്ലസ് സിയും കൂടെ ഇട്ട് ആൻസർ കൺക്ലൂഡ് ചെയ്യുക. കാരണം ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് പ്ലസ് സി അത്യാവശ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ x³ × √x dx. ഇൻ്റഗ്രൽ x³ × √x dx നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സ്റ്റാൻഡേർഡ് ഇക്വേഷനിലൊന്നും ഇല്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ √xൻ്റെ ഇൻ്റഗ്രൽ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക പേരും തെറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ x³ ഇൻ്റഗ്രൽ x റൈസ് ടു 4/4 എന്ന് എഴുതും. √xൻ്റെ ഇൻ്റഗ്രൽ 2/3 x റൈസ് ടു 3/2 എന്ന് എഴുതും പ്ലസ് സി. ഇങ്ങനെ എഴുതി നിർത്തും. പക്ഷേ ഇങ്ങനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റൂല. ഇവിടെ x³ × √x മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് x³ ഇൻ്റഗ്രലും അടുത്ത് √xൻ്റെ ഇൻ്റഗ്രലുമായിട്ട് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുന്നത് തെറ്റാണ്. ഇങ്ങനെ ഒരു മെത്തേഡ് ഇൻ്റഗ്രേഷനിൽ ഇല്ല. പകരം ഇവിടെ പ്ലസ്സോ മൈനസോ ആയിരുന്നു എങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് എടുത്ത് എഴുതാമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ x³ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. √xന് നമുക്ക് x റൈസ് ടു 1/2 dx എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കൂ, a റൈസ് ടു m × a റൈസ് ടു n. ഈ എക്സ്പോണൻഷ്യൽ ഐഡൻറ്റിറ്റി നമുക്ക് അറിയാവുന്നതാണ്. a റൈസ് ടു m × a റൈസ് ടു n എന്ന് പറഞ്ഞാൽ a റൈസ് ടു m + n. അപ്പോൾ അതനുസരിച്ച് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 3 + 1/2 dx ഈക്വൾ ടു 3 + 1/2 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6 6 + 1 7/2 dx വരും. ഇനി നമ്മൾ ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി തന്നെ ഈ പറഞ്ഞ ഫോമുല തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ എക്സ് റൈസ് ടു 7/2 + 1/7/2 + 1 വരും ഈക്വൾ ടു എക്സ് റൈസ് ടു 1 × 2 2 2 + 7 9. അപ്പോൾ എക്സ് റൈസ് ടു 9/2/9/2 വരും. ഈ 9/2 കറങ്ങി മുകളിൽ പോകുമ്പോൾ 2/9 എക്സ് റൈസ് ടു 9/2 + 6. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 5x + 2/3 എക്സ് റൈസ് ടു 5. ഇവിടെ നമുക്ക് പ്ലസ് ആണ്, അതുകൊണ്ട് നമുക്കിവിടെ ഓരോരുത്തരുടെ ആയിട്ട് എടുത്താൽ മതി. ഈക്വൾ ടു ഇതിന് നമുക്ക് ഇൻ്റഗ്രൽ 5x പ്ലസ് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എക്സ് റൈസ് ടു 5 നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോവുക. അപ്പം 2/3 എക്സ് റൈസ് ടു ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പവർ പോസിറ്റീവാണ്, ന്യൂമറേറ്ററിൽ പോകുമ്പോഴത്തേക്ക് അത് നെഗറ്റീവ് ആവും. പിന്നെ ഉള്ളത് dx ഈക്വൾ ടു 5 കോൺസ്റ്റൻ്റ്. അതുപോലെ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് പവർ 1 ആണ്, ഒന്ന് കൂട്ടുക. അപ്പോൾ 2/2 + 2/3 എക്സ് റൈസ് ടു -5 + 1 വരും. അപ്പോൾ നെഗറ്റീവ് നമ്പർ വരുമ്പോൾ ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. -4/-4 വരും പ്ലസ് സി ഈക്വൾ ടു 5x²/2. ഇവിടെ നമുക്ക് 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2 ആക്കുക. ഈ മൈനസും പ്ലസും കൂടെ മൈനസ് ആകും. പിന്നെ ഉള്ളത് 1/3 × 2 6. ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന എക്സ് റൈസ് ടു -4നെ ഡിനോമിനേറ്റർ കൊണ്ടുപോകുമ്പോൾ -4 + 4 ആവും. പിന്നെ ഉള്ളത് പ്ലസ് സി. സോ ദിസ് ഈസ് ദി ആൻസർ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 2 + y² dy. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇത് ചെയ്യുമ്പം ദ ഹോൾ സ്ക്വയർ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് a + b ² ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. a + b ² എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² + 2 × എയുടെ സ്ഥാനത്ത് 2, ബിയുടെ സ്ഥാനത്ത് y² + b² എന്ന് പറയുമ്പോൾ y² × dy. ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2² എന്ന് പറയുന്നത് 4 + 2 × 2 4 4y² + y² എന്ന് പറയുന്നത് y⁴ × dy ഈക്വൾ ടു. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. 4 കോൺസ്റ്റൻറ്റ്, 1ൻ്റെ ഇൻ്റഗ്രൽ y + 4 × y² ഇൻ്റഗ്രൽ y³ + y⁴ ഒരു പവർ കൂട്ടി 5/5 + 6. സോ ദിസ് ഈസ് ദി ആൻസർ.
ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇൻ്റഗ്രൽ 1+x² ഇൻറ്റു 2 - x dx. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ബ്രാക്കറ്റ് ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോരുത്തരെ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ഓപ്പൺ ചെയ്യേണ്ടത്. ആദ്യം 1 × 2 2, 1 × -x x² × 2 + 2x², പ്ലസും ഈ മൈനസും കൂടെ മൈനസ് ആവും. x² × x എന്ന് പറയുന്നത് x³ dx. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം മൈനസും പ്ലസ്സും ആണ്. ഓരോരുത്തരുടെയായിട്ട് ഇൻ്റഗ്രൽ വാല്യൂ എടുക്കുക. 2 കോൺസ്റ്റൻറ്റ്, പിന്നെയുള്ള 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x, മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 പ്ലസ് 2 × x²ൻ്റെ ഇൻ്റഗ്രൽ x³/3 മൈനസ് x³ൻ്റെത് x⁴/4. ബാക്കി പ്ലസ് c. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേരിയബിൾ വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇൻ്റഗ്രൽ 1 - 2t³ dt. ഇതെങ്ങനെ ചെയ്യും? ഡിവൈഡഡ് ബൈ ആണുള്ളത്. അപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് ഓരോരുത്തർക്കായിട്ട് നമുക്ക് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1/t³ മൈനസ് 2t³/t³, പിന്നെ ഉള്ളത് dt. ഇവിടെ നിന്ന് t³ ക്യാൻസൽ ചെയ്യാം. ഇൻ്റഗ്രൽ t³ മുകളിലോട്ട് പോകുമ്പോൾ t⁻³ -2 dt ഈക്വൽ ടു t⁻³ 1 കുറച്ചിട്ട് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ t⁻²/-2 മൈനസ് 2 × 1ൻ്റെ ഇൻ്റഗ്രൽ t പ്ലസ് c. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് -1/2t², t⁻² ഡിനോമിനേറ്ററിൽ വരുമ്പോൾ t² -2t പ്ലസ് c. സോ ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, നമ്മൾ അടുത്തൊരു മെത്തേഡിലോട്ട് പോവുകയാണ്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രയും നേരം നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വരുന്നത് ഒരു പുതിയൊരു മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. നമുക്ക് പ്രോബ്ലം വഴി പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² + 1 50 × 2x dx. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ച ഒരു മെത്തേഡിലല്ല. കാര്യം ഇവിടെ x² + 1 50 ഉണ്ട്. അപ്പോൾ 50യുടെ എക്സ്പാൻഷൻ ഒന്നും നമ്മൾ ബൈനോമിയലിൽ പഠിച്ചിട്ടില്ല. നമുക്ക് മാക്സിമം അറിയാവുന്നത് a + b² a + b³ 50 വരെ എന്നൊക്കെ പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാൻ പോസിബിൾ അല്ല. പിന്നെ ഒരു 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പുറത്ത് കിടക്കുന്ന 2x എന്ന് പറയുന്നത് x² ഡെറിവേറ്റീവാണ്. x² ഡെറിവേറ്റീവാണ് പുറത്ത് കിടക്കുന്ന 2x. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പുതിയൊരു വേരിയബിളായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ബ്രാക്കറ്റിന് അകത്ത് കിടക്കുന്ന ആളെയാണ് ഞാൻ u എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ u എന്ന് പറയുന്നത് x² + 1 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആളൊന്ന് ഡെറിവേറ്റീവ് എടുക്കുക. യുവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് du, x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x, 1 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ അത് മൊത്തത്തിൽ പോകും. പിന്നെ ഉള്ളത് dx. അപ്പോൾ du = 2x dx. നോക്കൂ, 2x dx ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ഈ 2x dxന് പകരം ആരെ കൊടുത്താൽ മതി? duവിനെ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇൻ്റഗ്രലിന് ഇനി നമുക്ക് x² + 1 പകരം നമ്മൾ പുതിയ വേരിയബിൾ എഴുതി വെച്ചിട്ടുണ്ട് u, പിന്നെ ഉള്ളത് (50) × 2x dxനെയാണ് നമ്മളിപ്പോൾ എന്തെന്ന് കിട്ടിയത്? du. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായി. നമ്മൾ ആ ഫോമിലോട്ട് വന്നു. u⁻n x⁻n എന്ന് പറയുന്നത് x⁻n + 1. അപ്പോൾ 50 + 1/50 + 1 + c. അപ്പോൾ ഇതെന്തെന്ന് വരും? u⁻51/51 എന്ന് വരും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് യു വേരിയബിളിലല്ല. നമ്മളാണ് യു എന്ന് പറയുന്ന പുതിയ ആളെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് അതിനെ എക്സിലോട്ട് കൊണ്ടുവരിക. യുവിന് പകരം ആരെ കൊടുത്താൽ മതി? x² + 1. യുവിന് പകരം x² + 1. ബാക്കി അവിടെ ഉള്ള ആൾക്കാരെ അതുപോലെ എഴുതുക. 51/51 + c. സോ ദ ആൻസർ ഈസ് x² + 1 51/51 + c. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ sin x + 9 × dx. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് sin x-ൻ്റെ ഇൻ്റഗ്രൽ അറിയാം -cos x എന്നുള്ളത്. പക്ഷെ നമുക്ക് sin x + 9ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ട് u തന്നെ കൊടുക്കണം എന്നില്ല. ഞാൻ t ആണ് ഇവിടെ കൊടുക്കുന്നത്. പുട്ട് t = x + 9 വരും. അപ്പോൾ dt എന്ന് പറയുന്നത് x + 9ൻ്റെ x ഡെറിവേറ്റീവ് 1, 9ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. പിന്നെ ഉള്ളത് dx. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ
സൈൻ എക്സ് പ്ലസ് 9 പകരം ടി എന്ന് കൊടുത്തു, ഡി എക്സിന് പകരം ഡി ടി. അപ്പോൾ സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ ആരാണ്? ഇവിടെ വേരിയബിൾ ഡി ടി തന്നെയാണ്. അപ്പോൾ സൈൻ ടീൻ്റെ, അതായത് സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് വരും. അപ്പോൾ സൈൻ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ടി പ്ലസ് സി. ടി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തതാണ്, തിരിച്ച് നമുക്കിതിനെ അതിലോട്ട് മാറ്റാം. മൈനസ് കോസ് ടിക്ക് പകരം എക്സ് പ്ലസ് 9 പ്ലസ് സി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. സൈൻ എക്സിൻ്റെ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം വന്നത് എക്സ് പ്ലസ് 9 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എക്സിന് പകരം എക്സ് പ്ലസ് 9 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയായാലും നമുക്കിത് ചെയ്യാം. ഇനി അടുത്തത് ഇൻ്റഗ്രൽ എക്സ് മൈനസ് 8 ദ ഹോൾ റേസ് ടു 23 ഇൻറ്റു ഡി എക്സ്. അപ്പം ഈ 23 വെച്ചിട്ടുള്ള എക്സ്പാൻഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് യു ഈക്വൽ ടു എക്സ് മൈനസ് 8, യുവിൻ്റെത് ഡി യു, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, പിന്നെ ഉള്ളത് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് മൈനസ് 8ന് പകരം യു കൊടുക്കാം. അപ്പോൾ യു റൈസ് ടു 23, ഡി എക്സിന് പകരം ഡി യു. യു റൈസ് ടു 23യുടെ ഇൻ്റഗ്രൽ യു റൈസ് ടു 24/24 പ്ലസ് സി എന്ന് വരും. യു കൊടുത്തത് നമ്മളാണ്, യു കൊടുത്തത് ക്വസ്റ്റ്യനിൽ യു ഇല്ല, തിരിച്ച് നമുക്ക് എക്സിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എക്സ് മൈനസ് 8 ദ ഹോൾ റൈസ് ടു 24/24 പ്ലസ് സി. സോ ദിസ് ഈസ് ദി ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ്റഗ്രൽ കോസ് 5x ഡി എക്സ്. അപ്പോൾ നമുക്ക് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാൻ ആരാണ്? സൈൻ എക്സ് ആണ്. പക്ഷേ കോസ് 5xൻ്റെ അറിഞ്ഞൂടെ. എഗെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് യു ഈസ് ഈക്വൽ ടു, ഇതിനകത്ത് വന്ന് 5xനാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ പുട്ട് 5xനാണ് ഞാൻ യു എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി യു ഈക്വൽ ടു 5 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെത് ഡി എക്സ്. അപ്പോൾ നോക്ക്, നമുക്കിവിടെ ഈ 5xന് നിങ്ങൾ ഒരിക്കലും ഡി എക്സ് ആക്കി എടുക്കരുത്, ഇത് കോസിൻ്റെ ആംഗിളാണ്. അപ്പോൾ ഇവിടെ ഇനി ഡി എക്സിന് പകരം എനിക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ്റഗ്രൽ കോസ് 5xന് പകരം എനിക്ക് ആരെ കൊടുക്കാം? യുവിനെ കൊടുക്കാം. ഇനി ഡി എക്സിന് പകരമോ അത് ഈ ഇക്വേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. ഡി എക്സിന് പകരം ഡി യു ബൈ 5, ഇവിടുത്തെ 5 ഇങ്ങോട്ട് വരും. അപ്പോൾ ഡി എക്സിന് ഒരു ഫോർമുല ആയിട്ട് ഡി യു ബൈ 5. അതിൽ 1/5 കോൺസ്റ്റൻ്റ് ആണ്, അയാൾ വെളിയിൽ കിടന്നോട്ടെ. ഇനി കോസ് യുവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ യു പ്ലസ് സി ഈക്വൽ ടു 1/5 സൈൻ യുവിന് പകരം നമ്മൾ കൊടുത്തത് 5x. അപ്പോൾ 5x പ്ലസ് സി. ഇതാണ് അതിൻ്റെ ആൻസർ. ഇതിങ്ങനെ ചെയ്യണം എന്ന്, സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്കറിയാം കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പം കോസ് 5xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ 5x വരും. പക്ഷേ നമ്മൾ ചെയിൻ റൂൾ എന്ന് പറഞ്ഞിട്ട് +2-ലും ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പഠിക്കുന്നതാണ്. ഈ എക്സിന് പകരം വന്നത് ആരാണ്? 5x. 5xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5xൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ കണ്ടുപിടിക്കുക. 5 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 5xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 5 തന്നെയാണ്. ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ 1/5 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പം ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുക, അല്ലെങ്കിൽ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രലായ സൈൻ എക്സ് തന്നെയാണ് കോസ് 5xൻ്റെയും ഇൻ്റഗ്രൽ വരുന്നത്. കോസ് 5xൻ്റെ ഇൻ്റഗ്രൽ സൈൻ 5x വരും. പക്ഷേ നമ്മൾ പഠിച്ച ഫോർമുലയിൽ എക്സിന് പകരം ഇവിടെ 5x ആണ്. ആ 5xൻ്റെ ഡെറിവേറ്റീവായ 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. എക്സിന് പകരം വന്നത് എക്സ് പ്ലസ് 9, അതുകൊണ്ട് നമ്മൾ മൈനസ് കോസ് എക്സ് പ്ലസ് 9 എന്ന് എഴുതി. ഇനി എക്സിന് പകരം വന്നത് എക്സ് പ്ലസ് 9 അല്ലേ? എക്സ് പ്ലസ് 9ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കൂ. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1, 9ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0. അപ്പോൾ 1 ആണ്. ഒരു വാല്യൂവിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ആ വാല്യൂ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാത്തത്. നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഈ ഇപ്പോൾ പറഞ്ഞ റൂളിനെയാണ് നമ്മൾ, അതായത് ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അർത്ഥത്തിൽ എന്ത് തന്നെയാണ്? മൈനസ് കോസിൻ്റെ എക്സ് പ്ലസ് 9 തന്നെയാണ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 1/3x മൈനസ് 8 ദ ഹോൾ റൈസ് ടു 5. ഇപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് പുട്ട് യു ഈക്വൽ ടു 1/3x മൈനസ് 8നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം ഡി യു എന്ന് പറയുന്നത് ഈക്വൽ ടു 1/3 കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരെ. ഇപ്പോൾ 1 × dx. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡി എക്സിൻ്റെ ഒരു ഫോർമുല വേണം. അപ്പോൾ ഈക്വൽ ടു 3 ഇങ്ങ് വരുമ്പോൾ 3du എന്ന് വരും. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സിന് പകരം 3du ഡിവൈഡഡ് ബൈ 1/3x മൈനസ് 8നെയാണ് ഞാൻ യു എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ യു റേസ് ടു 5.
ഈക്വൾ ടു u⁻5 മുകളിൽ പോകുമ്പോൾ ഇത് 3 കോൺസ്റ്റൻ്റ് ആണ്, u⁻5 du വരും, ഈക്വൾ ടു 3 ഇൻറ്റു u⁻5ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് u⁻4/-4 പ്ലസ് സി ഈക്വൾ ടു ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം -3/4 ഇൻറ്റു 1/u⁻4 നമുക്ക് താഴോട്ട് കൊണ്ടുവരാം -4 + 4 ആവും. അതേസമയം തന്നെ നമുക്ക് യുവിനെ റീപ്ലേസും ചെയ്യാം. അപ്പോൾ 1/3x - a⁻4 പ്ലസ് സി. സോ ദിസ് ഈസ് ദ ആൻസർ. ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണോ നിർബന്ധമൊന്നുമില്ല, ന്യൂമറേറ്റർ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 1/x² പ്ലസ് sec² πx ഇൻറ്റു dx. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം, അതായത് ഓരോരുത്തർക്കായിട്ട് നമുക്ക് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 1/x² dx പ്ലസ് ഇൻ്റഗ്രൽ sec² πx dx എന്ന് വരും. അപ്പോൾ ഈക്വൾ ടു ഇവിടെ 1/x² നമ്മൾ x⁻² ഇൻറ്റു dx പ്ലസ് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് πx-നാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ u ഈക്വൾ ടു πx എന്ന് വരും, du ഈക്വൾ ടു π കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് dx. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് dx-നൊരു ഫോർമുല വേണം. dx എന്ന് പറയുന്നത് du/π, dx എന്ന് പറയുന്നത് du/π. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ sec² πx-ന് പകരം u ആണ്, dx-ന് പകരം du/π ആണ്. അപ്പോൾ ഈക്വൾ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുക, x⁻1 വരും, ഒന്ന് കുറയ്ക്കണം, -1/-1 പ്ലസ് ഇവിടത്തത് 1/π കോൺസ്റ്റൻ്റ് ആണ്. sec² x-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് tan x ആണ്. അപ്പോൾ നമുക്കിവിടെ u ആയതുകൊണ്ട് tan u പ്ലസ് സി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് sec² x-ൻ്റെ ഇൻ്റഗ്രൽ sec² x എന്ന് പറയുന്നത് tan x ആണ്. അപ്പോൾ ഈക്വൾ ടു മൈനസ് ഇവിടുത്തെ മൈനസിന് മുകളിൽ വന്നു -1/x⁻1നെ -1/x എന്ന് എഴുതാം പ്ലസ് 1/π tan തിരിച്ച് യുവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത πx ആണ്. അപ്പോൾ tan πx പ്ലസ് സി. സോ ദിസ് ഈസ് ദി ആൻസർ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ചെയിൻ റൂളിനും കൂടെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 1/x² നമ്മൾ സാധാ ഇൻ്റഗ്രേഷനിൽ തന്നെ കണ്ടുപിടിക്കുക. sec² x-ൻ്റെത് ഇൻ്റഗ്രൽ sec² x എന്ന് പറയുന്നത് ഫോർമുലയിൽ നമുക്കറിയാം tan x പ്ലസ് സി. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് എക്സിന് പകരം ആരാണ്? πx ആണ്. അപ്പോൾ πx-ൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. ഡെറിവേറ്റീവിൻ്റെ സിമ്പിളാണ് ഇത് (ഡാഷ്) എന്ന് പറയുന്നത്. അപ്പോൾ π കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഈ π കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ ആൻസറിൽ 1/π കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് എന്ത് തന്നെയാണ്? π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ sec² x-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് tan x ആണ്. ഇവിടെ എക്സിന് പകരം πx വന്നതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ കൊടുക്കാം? tan πx തന്നെ കൊടുക്കുക. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലയിൽ എക്സിന് പകരം വന്നത് πx ആയതുകൊണ്ട് അയാളുടെ ഡെറിവേറ്റീവായ π കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഈ മെത്തേഡിനെയാണ് നമ്മൾ ചെയിൻ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കണ്ടുപിടിച്ചാലും മതി. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ sin² x cos x dx. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താണ് sin² x ഒരു ഫംഗ്ഷൻ, cos x ഒരു ഫംഗ്ഷൻ, അവർ മൾട്ടിപ്ലൈ ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പുട്ട് u ഈക്വൾ ടു sin x. ഇങ്ങനെ കൊടുക്കാനൊരു കാര്യമുണ്ട്, അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് മനസ്സിലാവും. യുവിൻ്റെ ഡെറിവേറ്റീവ് du, sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x dx ആണ്. അപ്പോൾ നോക്കൂ, ഈ ഫംഗ്ഷനിൽ cos x dx-ന് പകരം ആരെ കൊടുക്കാം? du എന്ന് പറയുന്ന ഒറ്റ ആളായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ആ ഫംഗ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇവിടെ ഇത്രയും cos x dx-ന് വരെ നമുക്ക് ഒറ്റ വേരിയബിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാം du. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ sin x-ന് പകരം u കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ sin² ആയതുകൊണ്ട് u², cos x dx-ന് പകരം du. വളരെ സിമ്പിളാണ്. u²ൻ്റെത് u³ പ്ലസ് സി, തിരിച്ച് യുവിന് പകരം സൈൻ കൊടുക്കുക. അപ്പോൾ sin³ x/3 പ്ലസ് സി. ദിസ് ഈസ് ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ cos √x/√x dx. അപ്പോൾ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് √x-നാണ്. അപ്പോൾ പുട്ട് u ഈക്വൾ ടു √x, യുവിൻ്റെ ഡെറിവേറ്റീവ് du, √x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 √x dx ആണ്. ഒന്നിൽ കാണാതെ പഠിക്കുക, ഇല്ലെങ്കിൽ √x-ൻ്റെ ഡെറിവേറ്റീവ് എടുത്താലും മതി. കാണാതെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി ഈസി, കാരണം പ്രോബ്ലംസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ടൈം കുറേ ലാഭിക്കാം.
ഇനി ഇവിടെ നമുക്കിനി റൂട്ട് എക്സ് ഇതാ നോക്കിക്കോ. ഇവിടെ നമുക്ക് ഡി എക്സ് റൂട്ട് എക്സിനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഡി എക്സ് ബൈ റൂട്ട് എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ കിടക്കുന്ന 2നെ ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് എക്സ് ഡി എക്സ്. അപ്പോൾ ക്വസ്റ്റ്യനിലെ 1 ബൈ റൂട്ട് എക്സ് ഡി എക്സിന് പകരം 2 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ മാറുന്നത് ഇൻറ്റഗ്രൽ കോസ് റൂട്ട് എക്സിന് പകരം യു ഡി എക്സ് ബൈ റൂട്ട് എക്സിന് പകരം ഇൻറ്റു 2 എന്ന് വരും. ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ് വെളിയിലെടുക്കുക. ഇൻ്റഗ്രൽ കോസ് യു ഡി യു. കോസ് യുവിൻ്റെ ഇൻ്റഗ്രൽ ആരാണ്? സൈൻ യു പ്ലസ് സി. തിരിച്ച് യുവിന് പകരം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ആളെ കൊണ്ടുവരിക. ഈക്വൽ ടു 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റ് ടി റൈസ് ടു 4 ക്യൂബിക് റൂട്ട് ഓഫ് 3 മൈനസ് 5 ടി റൈസ് ടു 5 ഡി ടി. അപ്പോൾ ക്യൂബിക് റൂട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. നമ്മൾ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ആളെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ യു ഈക്വൽ ടു 3 മൈനസ് 5 ടി റൈസ് ടു 5 എന്ന് നമ്മൾ കൊടുത്തു. ഇനി ഡെറിവേറ്റീവ് എടുക്കുക. ഡി യു 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 മൈനസ് 5 കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു ടി റൈസ് ടു 4 ഡി ടി എന്ന് വരും. അപ്പോൾ ഡി യു ഈക്വൽ ടു മൈനസ് 5 ഇൻറ്റു 5 25 ടി റൈസ് ടു 4 ഡി ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടി റൈസ് ടു 4 ഉണ്ട്, ഡി ടി ഉണ്ട്. അപ്പോൾ ടി റൈസ് ടു 4 ഡി ടിക്ക് പകരം നമുക്ക് ആരെ കൊടുക്കുക? ഡി യു ബൈ മൈനസ് 25നെ കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ ടി റൈസ് ടു 4-നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫർദറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി റൈസ് ടു 4 ഡി ടിക്ക് പകരം നമ്മൾ പറഞ്ഞു ഡി യു ബൈ മൈനസ് 25 എന്ന് കൊടുക്കുക. പിന്നെ ഉള്ളത് ക്യൂബിക് റൂട്ട് ഓഫ് 3 മൈനസ് 5 ടി റൈസ് ടു 5ന് പകരം യു എന്നും കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കിനി മൈനസ് 1 ബൈ 25നെ കോൺസ്റ്റൻ്റ് ആക്കുക. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ക്യൂബിക് റൂട്ടിനെ എങ്ങനെ എഴുതാം? യു റൈസ് ടു 1/3 എന്ന് എഴുതാം. ഡി യു നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് റൂട്ട് എക്സിന് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് റൈസ് ടു 1/2. ആക്ച്വലി സ്ക്വയർ റൂട്ടിന് ഇവിടെ 2 ഉണ്ടെന്നാണ് അർത്ഥം. പൊതുവേ നമ്മളത് എഴുതാറില്ല. അപ്പോൾ ക്യൂബിക് റൂട്ട് വരുമ്പോൾ ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1/3 വരും. അപ്പോൾ 4th റൂട്ട് ഓഫ് എക്സ് വരുമ്പോൾ എക്സ് റൈസ് ടു 1/4 വരും. അങ്ങനെ ഏത് റൂട്ടിനെ നമുക്ക് പവേഴ്സിലും കൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഈക്വൽ ടു മൈനസ് 1/25 യു റൈസ് ടു 1/3യുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് യു റൈസ് ടു 1/3 പ്ലസ് 1 ബൈ 1/3 പ്ലസ് 1 ഈ പ്ലസ് സി. ഇൻ്റഗ്രേഷൻ കഴിയുന്നതുകൊണ്ട് പ്ലസ് സി ഈക്വൽ ടു മൈനസ് 1/25 ഇൻറ്റു യു റൈസ് ടു 1/3 പ്ലസ് 1 എന്ന് പറയുന്നത് 1 ഇൻറ്റു 3 പ്ലസ് 1 4/3 വരും. താഴെ ഒരു 4/3 വരും, അത് കറങ്ങി 3/4 ആവും. പിന്നെ ഉള്ളത് പ്ലസ് സി ഈക്വൽ ടു മൈനസ് 3/25 ഇൻറ്റു 4 എന്ന് പറയുന്നത് 100. അപ്പോൾ 100 തിരിച്ച് യുവിന് പകരം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനായ 3 മൈനസ് 5 ടി റൈസ് ടു 5 കൊടുക്കുക. അപ്പോൾ 3 മൈനസ് 5 ടി റൈസ് ടു 5 പ്ലസ് സി. ദിസ് ഇസ് ദി ആൻസർ. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഡി എക്സ്. ഈ ക്വസ്റ്റ്യനിലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ പുട്ട് യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. ഇതല്ല, ഞാൻ ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പരീക്ഷ കിട്ടുമ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഡി യു ഈക്വൽ ടു 2x ഡി എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ എക്സ് സ്ക്വയറിന് പകരം ഇതിനെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് യു കൊടുക്കാം. ഡി എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡി യു ബൈ 2x കൊടുക്കേണ്ടി വരും. കാരണം ഡി എക്സിന് ഇവിടെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഡി യു ബൈ 2x വരും. എന്നാൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനോ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പോസിബിൾ അല്ല. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഒറ്റ വേരിയബിളിലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാവും. ഇവിടെ യു വന്നിട്ടുണ്ട്, ഡി യു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ യുയിലായിരിക്കണം എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവരും യുയിലോട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇവിടെ എക്സ് എക്സ്ട്രാ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. ഈ സ്റ്റെപ്പ് തെറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിടക്കും? റൂട്ടിനകത്ത് കിടക്കുന്ന ആളിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുട്ട് യു ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1 ആണ് റൂട്ടിനകത്തുള്ളത്. അപ്പോൾ ഡി യു ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് 1ൻ്റെത് 0 ആയി പോകും. അപ്പോൾ ഇനി നമ്മൾ ഇൻ്റഗ്രലിനകത്തോട്ട് മാറ്റുകയാണ്. അപ്പം ഇൻ്റഗ്രൽ അപ്പോഴും ഈ എക്സ് സ്ക്വയറിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ ആളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടുത്തെ യു ഈക്വൽ ടു എക്സ് മൈനസ് 1 നിന്ന് എക്സിനൊരു ഇക്വേഷൻ ഉണ്ടാക്കും. എക്സ് ഈസ് ഈക്വൽ ടു ഈ -1 ഇപ്പുറം വരുമ്പോൾ +1 വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു യു +1 എന്ന് കിട്ടും.
എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് x² ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് x² കണ്ടുപിടിക്കുക. അപ്പോൾ x² കണ്ടുപിടിക്കുമ്പോൾ x² എന്ന് പറയുന്നത് u+1² എഴുതാം. a+b² എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² + 2ab + b². ഇനി നമുക്ക് ധൈര്യമായിട്ട് ഈ ക്വസ്റ്റ്യനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ആദ്യത്തത് x²ന് പകരം u² + 2u + 1 ഇൻറ്റു √(x−1) ആണ്. അപ്പോൾ √(x−1)ന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് ആർക്കാണ്? യുവിനാണ്. അപ്പോൾ √(u) എന്ന് വരും ഇൻറ്റു du, കാരണം dxന് പകരം du. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിനകത്തുള്ള വേരിയബിൾസ് എല്ലാം ഒരാളിലോട്ട് വന്നിട്ടുണ്ട്, യുയിലോട്ട്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെയും രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടില്ല. പക്ഷേ √uവിനെ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോരുത്തർക്കായിട്ട് നമുക്ക് ഈ √uവിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ u² √u + 2u √u + 1 × √u du ഈക്വൽ ടു ഇൻ്റഗ്രൽ u² × √u എന്ന് പറഞ്ഞാൽ u⁻²² + 2u × u⁻²² + √u എന്ന് പറയുന്നത് u⁻²² du ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ a⁻m × a⁻n. അപ്പോൾ a⁻m + n വരും, ഇൻ്റഗ്രലിനകത്ത് തന്നെയാണ്, +2 × ഇവിടെ ഇവിടെ 1 ആണ്. അപ്പോൾ 1 + 1/2 + u⁻²² du. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഫംഗ്ഷനെ മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 + 1/2 എന്ന് പറയുന്നത് 2 × 2 4, 4 + 1 5. അപ്പോൾ u⁻5/2 + 2 × u⁻3/2 + u⁻1/2 du. ഇനിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. u⁻5/2ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് u⁻5/2 + 1 + 2 × കോൺസ്റ്റൻ്റ് ആണ് u⁻3/2 + 1 ബൈ ഉണ്ട്, /5/2 + 1 ഇവിടെ /3/2 + 1 + u⁻1/2ൻ്റെ നമുക്കറിയാവുന്നതാണ് 2/3 u⁻3/2. അതാണ് ഞാൻ പറഞ്ഞത് u⁻√uൻ്റെ അത് കാണാതെ പഠിച്ചു വെച്ചാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. +c ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ 5/2 + 1 7/2 എന്ന് വരും. ഇവിടെയും 7/2 വരും. ആ 7/2 കറങ്ങി 2/7 വരും u⁻7/2 പ്ലസ് ഇവിടെയോ 3/2 + 1 വരുമ്പോൾ 5/2 വരും. താഴെ 5/2 കറങ്ങി 2/5 u⁻5/2 പ്ലസ് 2/3 u⁻3/2 + c. തീർന്നിട്ടില്ല. u എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതല്ല, നമ്മൾ കൊടുത്തതാണ്. തിരിച്ച് യുവിന് പകരം x-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു 2/7 x-1⁻7/2 + 2/5 x-7⁻5/2 + 2/3 x-7 അല്ല 1 ആണ് x-1⁻3/2 + c. So this is the answer.